പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് 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 വേദപുസ്തകത്തിനകത്ത് 38 വർഷം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അവൻ പലതവണ അവൻ പരിശ്രമിക്കുന്നുണ്ട്, പലരുടെ സഹായം അവൻ അപേക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും അവന്റെ സ്ഥിതികൾക്ക് ഒരു മാറ്റം കാണുന്നില്ല. അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ കിടക്കാൻ തുടങ്ങിയത് 38 വർഷമായി, ഒരു നിമിഷമെങ്കിലും ഒരു ദിവസമെങ്കിലും അടുത്ത മണിക്കൂറിൽ എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് ഇതുവരെ ഒരു സൗഖ്യം നടക്കാതെ ഒരു നിരാശയിലിരിക്കുന്ന 38 വർഷം നിരാശയിലിരിക്കുന്ന ഒരു മനുഷ്യനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. അതേപോലെ ഒരുപക്ഷെ നിങ്ങളും ചോദിച്ചു കാണാം, എന്തുകൊണ്ടാണ് ഇത്രയും നാളുകളായി ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട്, ദൈവത്തെ സ്തുതിക്കാൻ ഇറങ്ങിയിട്ട് ഒരു ഞായറാഴ്ച പോലും ആരാധന മുടങ്ങിയിട്ടില്ല, എല്ലാ പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ഞാൻ വരുന്നു, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി, എന്റെ നന്മകൾ ഇത്രത്തോളം അവൻ തടസ്സപ്പെടാനുള്ള കാരണം എന്ത്, ഞാൻ ഇത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള കാരണം എന്ത്, എനിക്ക് ഇനിയൊരു വിടുതലില്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ യേശു അവൻ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവനോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ ചോദ്യത്തിന് കർത്താവ് ആഗ്രഹിക്കുന്ന മറുപടി നിന്റെ പരിശ്രമങ്ങളല്ല, നിന്റെ കാത്തിരിപ്പിന്റെ നാളുകളല്ല, മറിച്ച് നിന്റെ കാത്തിരിപ്പിന് മറുപടി പറയുവാനാണ്, മറുപടി പ്രവൃത്തിയായി വെളിപ്പെടുത്തുവാനാണ് യേശു അവൻ കിടക്കുന്നിടത്തേക്ക് യേശു വരുവാനിടയായിട്ടുള്ളത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണാത്തത്, നന്മ കാണാത്തത്, വിടുതൽ കാണാൻ കഴിയാത്തത്, ഞാൻ സൗഖ്യമാകാതിരിക്കുന്നത്? ഒരു ചോദ്യമുണ്ട്. എന്നാൽ ഈ ചോദ്യത്തിന് ദൂതൻ ഇറങ്ങിയിട്ടല്ല നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നത്. സാക്ഷാൽ ദൈവപുത്രൻ ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ സമയം നിന്റെ അരികിൽ നിന്ന് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിന്റെ മൈൻഡ് ഇപ്പോൾ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ ഉയർച്ച വെളിപ്പെടും. എത്ര നാളുകൾ വൈകിയോ അതിന്റെ പലിശയും കുത്തുപലിശയും ചേർത്ത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിൽ തോന്നാത്ത കാര്യം ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. അവനിതാ കിടക്കയെടുത്ത് നടക്കുന്നതായിട്ടാണ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഈ വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിന്നെ അത്ഭുതകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക, ക്രിസ്തുവിന്റെ പ്രവൃത്തിക്കായി ഒരുങ്ങുക. ഗോഡ് ബ്ലസ് യു.